EP ജയരാജന്റെ ആത്മകഥാ വിവാദം തന്നെയാണ് ചർച്ചയാകുന്നത്. ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. EP പറയാത്ത കാര്യങ്ങൾ ആത്മകഥയിൽ ഉണ്ടെന്ന് പറയുന്നത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. പുസ്തക വിവാദം അദ്ദേഹത്തിന്റെ പ്രതികരണത്തോടെ അവസാനിക്കണമായിരുന്നു. വിഷയം വീണ്ടും ചർച്ചയാക്കുന്നത് സമീപനം സതുദ്ദേശപരമല്ല. പാലക്കാട്ടെയും ചേലക്കരയിലെയും LDF മുന്നേറ്റം തടയുകയാണ് ലക്ഷ്യമെന്നും TP രാമകൃഷ്ണൻ പറയുന്നു. പാർട്ടി തീരുമാനം ആലോചിച്ച ശേഷം വ്യക്തമാക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. EP ജയരാജനെതിരായി വന്നിട്ടുള്ള ആരോപണം അദ്ദേഹം തന്നെ പറഞ്ഞു കെട്ടിച്ചമച്ചതാണിത്. അപ്പോൾ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അത് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തോടുകൂടി തന്നെ അത് അവസാനിക്കേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തെ ചാനലുകൾ ഈ വിഷയം പിന്നെയും തുടരുകയാണ്. ആ തുടരുന്നതിനൊരു ഉദ്ദേശമുണ്ട്, അത് സതുദ്ദേശപരമല്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചേലക്കര വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാൻ പോവുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കാവുന്ന നിലയിലേക്ക് അന്തരീക്ഷം വളർന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇതുപോലുള്ള പ്രചാരവേല നടക്കുന്നത്. EP ജയരാജൻ ഇപ്പോഴും CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ നില വെച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ നിഷേധത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കാനേ ഇപ്പോൾ കഴിയുള്ളൂ എന്നുള്ള നിലപാട് വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ, അന്നേരം നമുക്ക് പറയാം. CPIM RSS ബാന്ധവത്തിന്റെ വെളിപ്പെടുത്തലുകളും EP ജയരാജന്റെ പുസ്തകത്തിലുണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി പറയുന്നു. ജയരാജന്റെ പുസ്തകം ഉറപ്പായും വായിക്കും. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് UDF തീരുമാനമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. EP ജയരാജന്റെ ആത്മകഥ നിർബന്ധമായും വാങ്ങുകയും വായിക്കുകയും ചെയ്യും. അത് CPM RSS ബാന്ധവത്തിന്റെ ഒരുപാട് കഥകൾ അദ്ദേഹം തുറന്നെഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാനുണ്ടാകും. ഇതൊന്നുമല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് പറയാൻ ഇവിടുത്തെ നെൽ കർഷകൻ്റെ വിഷയങ്ങളുണ്ട്, ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരുടെ പെൻഷൻ്റെ വിഷയമുണ്ട്. ആ വിഷയങ്ങൾ വെച്ചിട്ട് ജനങ്ങളെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇവർക്കെതിരായിട്ട് നിൽക്കുന്നത്. അതല്ലാതെ ഇത്തരം വിഷയങ്ങളൊക്കെ അത് അവരുടെ മുന്നണിക്കാത്ത കാര്യങ്ങളാണ്. ഒന്നും നമ്മൾ കാര്യമായി എടുക്കുന്നില്ല. റോഷിപാൽ നൽകും വിവരങ്ങൾ പാലക്കാട് നിന്ന്. റോഷിപാൽ, ഇതിലിപ്പോൾ പുറത്തു വന്ന ഭാഗങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ചേലക്കരയിൽ PV അൻവറിന്റെ പാർട്ടിയുടെ സാന്നിധ്യം തിരിച്ചടിയാവുക LDF-നാണെന്നാണ് വിലയിരുത്തുന്നത്. ഒപ്പം P സരിന്റെ സ്ഥാനാർത്ഥിത്വം അത് അവസരവാദ രാഷ്ട്രീയമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിമർശനാത്മകമായി പറയുന്നത്. അത് EP-യുടെ വാക്കുകളല്ല എന്ന് EP പറയുന്നുണ്ട്. പക്ഷേ ഇനി 20-ാം തീയതിയാണ് പാലക്കാട് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ EP ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കാൻ ഒരുങ്ങുന്നു എന്നും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുക? ഗൂഢാലോചന എന്ന കാര്യമാണ് CPIM-ഉം EP ജയരാജനും പറയുന്നത്. അങ്ങനെയെങ്കിൽ ആര് ഗൂഢാലോചന നടത്തി എന്നതുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. DC ബുക്സ് ആണോ അതോ മറ്റാരെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടി വ്യക്തത വരണമല്ലേ? എങ്ങനെയാണ് BJP-യും UDF-ഉം ഇതിനെ കാണുന്നത്? വിനീത, തെരഞ്ഞെടുപ്പിന് ഇനി 7 നാൾ മാത്രം ബാക്കി. ഈ ഘട്ടത്തിൽ EP ജയരാജൻ എന്ന CPM-ലെ ഏറ്റവും മുതിർന്ന സംസ്ഥാനത്തെ നേതാവിൻ്റെ പേരിൽ ആത്മകഥ എന്ന രീതിയിൽ ഇപ്പോൾ പുറത്തു വന്ന പുസ്തകത്തിലെ വിവരങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാട് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ P സരിന് വിമർശിച്ചുകൊണ്ടുള്ള ഭാഗം, അത് സ്വാഭാവികമാണ്. BJP-യും കോൺഗ്രസും രാഷ്ട്രീയ ആയുധമാക്കും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രചാരണ വേദികളിലെ പ്രധാനപ്പെട്ട വിഷയം ഇതുതന്നെയാക്കാനാകും കോൺഗ്രസിൻ്റെ BJP-യുടെയും ശ്രമം. പക്ഷേ ഈ പുസ്തകം പൂർണ്ണമായും EP ജയരാജൻ നിഷേധിച്ചതാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്വാസം. EP ജയരാജനെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് CPM പോകുന്നത്. EP ജയരാജൻ ഈ നിഷേധക്കുറിപ്പ് ഇറക്കിയതോടെ നിഷേധിച്ചുകൊണ്ട് പ്രസ്താവനയുമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ അതേപടി തന്നെ പാലക്കാടിൻ്റെ ചുമതലയുള്ള മന്ത്രി MP രാജേഷും അത് ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവും സമാനമായ നിലപാട് സ്വീകരിച്ചു. മാത്രവുമല്ല, ഈ വിഷയം അടഞ്ഞ അധ്യായം എന്ന നിലയിൽ മുന്നോട്ട് പോകാനാണ് CPM-ന്റെ തീരുമാനം. പക്ഷേ പ്രവർത്തകർക്കിടയിൽ സ്വാഭാവികമായും ആശയക്കുഴപ്പമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് P സരിനെ ചേർത്തുകൊണ്ട് അവസരവാദ രാഷ്ട്രീയം ചർച്ചയാക്കുമ്പോൾ ഇനി അങ്ങോട്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇത് വളരെ സജീവമായി ചർച്ചയാക്കാൻ ശ്രമിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ CPM-ന് കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിനുള്ളത്. മാത്രവുമല്ല, ഈ സ്ഥാനാർത്ഥി അതിൻ്റെ പ്രചാരണവുമായി മുന്നോട്ട് പോകുമ്പോൾ മുന്നേറ്റമുണ്ടാക്കാൻ P സരിന് സാധിച്ചു എന്നും CPM വിലയിരുത്തുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ EP ജയരാജൻ്റെ പുസ്തകത്തിൽ P സരിൻ എന്ന സ്ഥാനാർത്ഥിയെ വിമർശിച്ചുകൊണ്ടുള്ള
ഭാഗം പുറത്തു വരുന്നത്. അതോടുകൂടി പ്രതിരോധത്തിലായ CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതിരോധിക്കാൻ, ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ, വിമർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏക വിഷയം അത് EP ജയരാജൻ ഇതിൽ വിമർശനം ഉയർത്തുന്നതും ഇത് തൻ്റെതല്ല എന്ന് പറയുന്നതും ഇതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് EP ജയരാജൻ രംഗത്ത് വന്നത് മാത്രമാണ്. MV ഗോവിന്ദൻ ഈ കാര്യത്തിൽ വാർത്താ സമ്മേളനം നടത്തിയ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. അതുതന്നെയാണ് പിന്നീട് അങ്ങോട്ട് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് CPM-ന്റെ പാലക്കാടുള്ള നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് AK ബാലനടക്കം മൗനം തുടരുകയാണ്. വിനീത. ശരി റോഷിപാൽ, ഏതായാലും വരും ദിവസങ്ങളിലും ഈ കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ